കുറേ നാളുകൾക്ക് ശേഷം ഫൈനലി നമ്മൾ മൈൻക്രാഫ്റ്റ് കളിക്കാൻ തുടങ്ങി. യോ 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 വാട്ട്സപ്പ് ഗായ്സ്, ഇറ്റ്സ് മീ മിസ്റ്റർ ആദ്യം ഗെയിമിംഗ്. അപ്പോൾ ഗൈസ്, നമ്മളെന്നാ നിൽക്കുന്ന പറഞ്ഞിട്ടില്ല മൈൻക്രാഫ്റ്റ്. നമ്മൾ എത്ര ദിവസമായി മൈൻക്രാഫ്റ്റ് ഇട്ടിട്ട്. എനിക്ക് എൻ്റെ പഴയ സർവൈവറിൽ ഇപ്പോഴും എനിക്ക് ഓർമ്മ വരുന്നു ഗൈസ്. എത്ര നാളായി നമ്മൾ കളിച്ചിട്ട്. നമുക്ക് ഇന്ന് പോയി കളിക്കാം ഗൈസ്. നമ്മൾ ഫുള്ള് ഫ്രീ ഫയർ സംഭവമൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ ടോപ്പപ്പൊക്കെ ചെയ്തു. അപ്പോൾ ഗൈസ്, ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് മറക്കണ്ട. ഇന്ന് നമ്മൾ 2 വീഡിയോ ഒക്കെ ഇടും. ഇനി വീഡിയോ വരാൻ ചാൻസ് കുറവാണ്, കാരണം ആനുവൽ എക്സാമൊക്കെ വരുവാണ്. അപ്പോൾ കുറച്ച് ഇതായിരിക്കും. അപ്പോൾ നമുക്ക് തുടങ്ങാം. എനിക്ക് ഓർമ്മയുണ്ട് ഇത്. എത്ര നാളെ ഇങ്ങോട്ടേക്ക് ഒന്ന് വന്നിട്ട് എൻ്റെ വില്ലേജ്. ഓഹ്, പുതിയ സ്നാപ്ഷോട്ട് വെർഷനൊക്കെ കളിക്കണം എന്നുണ്ടായിരുന്നു ഗൈസ്. എൻ്റെ വീട് എൻ്റെ 2 നില പണിഞ്ഞുകൊണ്ടിരിക്കുന്നു. എൻ്റെ എല്ലാ പിക്കാക്സും പൊട്ടാറായി ഗൈസ്. നമ്മുടെ പാവപ്പെട്ടവരുടെ പോകാനുള്ള വഴി ഉഞ്ചി. ഇവിടെ എവിടെ നിന്നാണ് സോംബി? മനുഷ്യന് ഓയ് ഗൈസ്, നമുക്കിത് കവർ ചെയ്യണം. അതിനാണ് നമുക്ക് ഈ വീട് പണി ഇത്രയും നാളായിട്ട് കഴിഞ്ഞിട്ടില്ല. അത് വേറൊരു കാര്യം. ഇവിടെ ഇങ്ങോട്ട് കയറാനും വേണം കുറച്ച് സാധനങ്ങൾ. നമ്മുടെ ഇത് കഴിഞ്ഞ് നമുക്ക് ഈ കൊബിൾ സ്റ്റോൺ മൈൻ ചെയ്തിട്ട് വരാം. ഇതായിരിക്കുന്നു കൊബിൾ സ്റ്റോൺ. ഇതല്ലേ കൊബിൾ തന്നെയല്ലേ? താഴത്തോട്ട് പോകുമ്പോൾ എല്ലാ ഗുഹയിലോട്ട് വീഴാതിരുന്നാൽ മതിയായിരുന്നു. അടാ മൂഞ്ചി, നമുക്കിവിടെ അങ്ങോട്ട് മൈൻ ചെയ്യാം. കുറച്ച് വേണം ഗൈസ്. മൂഞ്ചി ഗൈസ്, അതും പൊട്ടി. എൻ്റെ സ്റ്റെപ്പ് പൊട്ടിക്കേണ്ട അവസ്ഥയാവുമല്ലോ. ഇവിടെ കേവാണ് ഗൈസ്. ഊമ്പിച്ചി എന്നോട് അത് ഇപ്പം ഞാൻ കണ്ടത് നിങ്ങൾ കണ്ട ഞെട്ടും. എന്നോട് അത് ഇവിടെ അങ്ങോട്ട് പോയാൽ നമ്മൾ മൂഞ്ചും, അങ്ങോട്ട് ഇറങ്ങിയാൽ നമ്മൾ ഊമ്പാവാം. നോട്ട് സ്ട്രോം പ്ലേസിൻ്റെ മന്ത്രമാണ് സ്കൂളിൽ ഞങ്ങൾ എപ്പോഴും പറയുന്നത്. അവൻ പറയുന്നത് ഊമ്പാവക്ക ഊമ്പിക്കോ. നമ്മൾ ഊമ്പാവക്ക ഊമ്പിക്കോ ഗൈസ്. അതുകൊണ്ട് നമ്മൾ ആ ഭാഗത്തോട്ടേ പോണില്ല. ഒരു ഷീൽഡ് പോലും മനുഷ്യൻ്റെ. ഇവിടെ വല്ലതുണ്ടോ? നമ്മൾ കുഴിച്ചപ്പുറത്ത്. എൻ്റെ പൊന്നു വില്ലേജർ, നീയൊക്കെ ഇങ്ങനെ കിടന്ന് കറങ്ങിക്കഴിഞ്ഞാൽ നീയൊക്കെ ആദരഞ്ജലിയാവും. പിന്നെ നീയൊക്കെ സോംബി വില്ലേജായിട്ട് മനുഷ്യരുടെ മര്യാദയ്ക്ക് ഇരിക്കുന്ന സമയത്ത് നീയൊക്കെ വന്ന് മനുഷ്യരായിട്ട് ഡിസ്റ്റർബും ചെയ്യും. എൻ്റെ ആയൻ്റെ പിക്കാക്സ് ഇപ്പോൾ പൊട്ടും. ഇത് പൊട്ടുന്നാലേ ഞാൻ മൈൻഡ് ചെയ്യും. യെസ്, പൊട്ടി. ഇത്രയും മതി അല്ലേലും. ഏത് വഴിയായിരുന്നു? എൻ്റെ ഒരു പേടിയെന്ന് പറഞ്ഞാൽ ഇതുങ്ങൾ ഇതുവഴി കയറി വരുമെന്നാ. കയറി വന്ന മൂഞ്ചി. അത്ര എനിക്ക് പറയുള്ളൂ. നന്ദി, നമസ്കാരം. ഇനി നമുക്ക് എന്തൊക്കെ പണിയുണ്ടെന്നറിയോ ഇവിടുന്ന്. ചെയ്ത് മനുഷ്യ ചാവും. ഷിറ്റ്, അറിയാണ്ടൊരു കൊബിൾസ്റ്റോൺ വെച്ചു. എൻ്റെ പിന്നെ മൈൻഡ് ചെയ്യാല്ലേ. അല്ല വേണ്ട, ശവല വെച്ച് അടിച്ചോണ്ടിരിക്കാം. പൊട്ടോ ചിലപ്പോൾ. യെസ്, എനിക്ക് ആ കൊബിൾ സ്റ്റോൺ വേണ്ട. പക്ഷെ നീ എങ്ങനെയെങ്കിലും ഒന്ന് പൊട്ടണം. തീ പൂമ്പ പൊട്ടി. നമ്മളിതിലാകെ 8 ദിവസമേ കളിച്ചിട്ടുള്ളൂ. എന്താണിങ്ങനെ? ഞാൻ എപ്പോഴെങ്കിലും ഞാൻ എന്തെങ്കിലും ബൈ. എപ്പം നോക്കിയാലും ഇങ്ങനെ തന്നെ. ഇനി 2nd ഫ്ലോറിലോട്ട് കയറാനുള്ള പടിക. അതൊക്കെ ഏത് കാട്ടിന്ന് ഞാൻ ഒപ്പിക്കുമെന്ന് എനിക്ക് പോലും അറിയില്ല. ഓക്കെ, ഫൈനലി നമ്മുടെ സംഭവമെല്ലാം സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടുന്ന് താഴത്തോട്ട് പോയിട്ട് കുറച്ച് അപരാധം താങ്ങുകയില്ല. ഞാൻ ഒരിക്കലും താങ്ങില്ല.
സർവൈവൽ ആയതുകൊണ്ടാണ് മനുഷ്യൻ ഇങ്ങനെ പോകണം, അല്ലായിരുന്നെങ്കിൽ ഓരോ സ്റ്റെപ്പ് സൂക്ഷിച്ച് സൂക്ഷിച്ച് പോയാനെ മനുഷ്യൻ. നമുക്ക് ആദ്യമേ കുറച്ച് സംഭവമൊക്കെ വേണം. ക്യാക്സ് ഇത് കഴിഞ്ഞിട്ട് വേണം പണ്ടാരക്കാലം മൈനിങ്ങിന് പോകാൻ. അത് തന്നെ മുമ്പ് ആദ്യം ഞാൻ ഇവിടെ ഒരു കേവ് കണ്ടുപിടിച്ച് വെച്ചായിരുന്നു. ഏതൊരു എപ്പിസോഡിൽ ഇവിടെ ഒരു കേവിൽ 3 അയൺ അവിടെ വെറുതെ കിടക്കണേ ഞാൻ കണ്ടു. അതെന്തിയാ കേവ്? ഇതാണോ അവിടെ ഒരു കേവേ ഇല്ല. നമ്മൾ ഈ ചുറ്റുപാട് നോക്കിയപ്പോൾ ഇവിടെ എവിടെയോ അന്തപ്പക്കോ അവിടെ ഞാൻ കണ്ടു. പക്ഷെ നമുക്കിപ്പോൾ സ്റ്റെയർ പണിയാൻ വേണ്ടി കുറച്ച് വുഡ് വേണം. നിങ്ങളെല്ലാവരും GTയുടെ വീഡിയോസ് കാണുക. GT സാർ, പിന്നെ GT അതായത് ഗെയിം തെറാപ്പിസ്റ്റ് ഈസ് എ ഗുഡ് മാൻ, ഹീസ് മൈ ഗുരു. 24 മണിക്കൂറും പുള്ളിക്കാരൻ്റെ വീഡിയോ ഞാനിരുന്ന് കാണും. എടേ ഞാൻ ഫ്രീ ഫയർ കളിച്ച് എൻ്റെ ഈ പോണ സംഭവത്തിൻ്റെ മേളിലാണ് സ്പ്രിൻ്റ് ചെയ്യുള്ളൂ ഇതൊന്ന് വെച്ച് മറന്നു പോകും മനുഷ്യൻ. ഇതാണ് മൾട്ടിപ്പിൾ ഗെയിംസ് ഒരേ സമയത്ത് കളിക്കുമ്പോൾ ഞമ്മക്ക് പറ്റണത്. ഇവിടെ വെച്ചാണ് നമ്മുടെ മൈൻ ഷാഫ്റ്റ് കണ്ടുപിടിച്ചത്. മൈൻ ഷാഫ്റ്റിൽ നമുക്ക് ലൂട്ടടിക്കണം. നമുക്ക് എപ്പോഴെങ്കിലും ലൂട്ടടിക്കാം. ഓക്കെ ഗൈസ്, രാത്രിയായി. ഈ പേടിയാണ്, അതൊരു കാര്യം. ഫുൾ ഹെൽത്ത്. ലെറ്റ്സ് ഗോ ഗാംബ്ലിങ്. നൈറ്റ് അവർ. എൻ്റെ വീട്ടിൽ ഉറങ്ങാൻ പറ്റില്ല. ഇനി അവിടെ നിന്ന് ഞാൻ ഒരു വലിയ സ്റ്റെയർ പണിയാണ്. ഇങ്ങനെ ഗെയിം ലാഗാവുന്നു. നമുക്കിന്ന് ഈ വീട്ടിൽ ഉറങ്ങാം. ഇവിടുത്തെ വില്ലേജറിനൊരു സോറി ഉറങ്ങുന്നതിന്. ലാഗാണ്. ചെറിയ ചുമയൊക്കെ ഉണ്ട്. ചില്ല് വഴി നോക്കാൻ കഴിച്ചു രാത്രിയായെന്ന്. പക്ഷെ ആ വീട്ടായിരുന്ന പൊളിൽ തന്നെ കഴിച്ച് നമുക്ക് അപ്പുറത്തെ ഉള്ളോട്ട് ഷിഫ്റ്റ് ചെയ്താലോ? വേണ്ട അല്ലേ? വണ്ടർ യു wake villager. I need to sleep. bloody fool. You bloody fool. I need to sleep. ക്രൗച്ച് ചെയ്തുകൊണ്ട് സ്ലീപ്പ് ചെയ്യാൻ പറ്റത്തില്ല അല്ലേ? നമ്മൾ മറന്നുപോയി. ഇയാളെന്ന് കിടന്നുറങ്ങണ്ട. ഇറങ്ങിപ്പോടോ എൻ്റെ വീട്ടിൽ നിന്ന്. ഇത് നമ്മ വീട്, ഇത് നമ്മ റൂൾസ്. ഞാൻ വെക്കുന്ന റൂൾസ് അത് ഞാൻ എപ്പോൾ വേണേലും മാറ്റിക്കൊണ്ടിരിക്കും. ഇറങ്ങിപ്പോട് കുഞ്ഞിരി. ഇനി സോംബീസ് സ്കെലിട്ടൺസ്. കുറേ ടണ്ണായിട്ടുണ്ട്. നമുക്ക് നമ്മുടെ വുഡ് മൈനിങ്ങിലേക്ക് കിടക്കാം. വുഡ് മൈനിങ് നമുക്കെന്താ സ്റ്റേഴ്സ് ഉണ്ടാക്കണം. എത്ര നാളായി പണ്ടാരക്കാല വേൾഡിൽ ഞാൻ കുറേ നാളായി കളിച്ച് തുടങ്ങിയിട്ട്. എനിക്ക് അങ്ങനെയെങ്കിലും ഇത് വലിയ സ്ഥലമാക്കണം. ഈ വേൾഡിൽ പോയാൽ തന്നെ ഞാൻ അതിൻ്റെ സീഡ് കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് വേറെ വെർഷനിൽ പോയിട്ട് കളിക്കും. വേറെ വെർഷൻ എന്ന് പറയുമ്പോൾ വേറെയാണല്ലോ. അല്ല, ഇതേ വെർഷൻ വീണ്ടും ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഞാൻ വീണ്ടും കളിക്കും. ഇവിടെ വേറൊരു കേവ് ഗൈസ്. ഇവിടെ നത്തിങ് സ്പെഷ്യൽ. തിരിച്ചു പോവാം. നമുക്ക് ഈ മരം അങ്ങോട്ട് മൈൻഡ് ചെയ്യണം. എല്ലാം മറന്നുപോയി. ഞാനിപ്പോൾ മൈൻക്രാഫ്റ്റ് കളിച്ചിട്ട് എത്ര ആഴ്ചയാ? കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാൻ ഈ മൈൻക്രാഫ്റ്റ് തുടങ്ങുന്നത് തന്നെ. ഇപ്പം എന്താ ചെയ്യണം എന്ന് ഞാൻ എല്ലാം മറന്നുപോയി. കൺട്രോൾ സംഭവം എല്ലാം. ആകെ നറൂട്ടോടെ ഇവൻറ്റ് വന്ന അന്ന് തൊട്ട് ഞാൻ ഈ മൈൻക്രാഫ്റ്റ് കളിക്കുന്നത് നിർത്തിപ്പോയി. അത് എൻ്റെ തെറ്റാണ് ഗൈസ്. മൈൻക്രാഫ്റ്റ് നിർത്താൻ പാടില്ലായിരുന്നു. ഫുള്ള് കൺട്രോൾ ഞാൻ മറന്നുപോയി. എനിക്ക് കുറേ വുഡ് വേണം. ആ സ്റ്റെയർ ഇപ്പം എത്രയുണ്ട് നമ്മളുടെ കയ്യിൽ? നമുക്ക് 58 സംഭവമുണ്ട്. അത് ആ സംഭവമല്ല, നമുക്കിത് ഓക്കാക്കണം ഗൈസ്. കുറച്ച് എൻഡർപേർഡ് കിട്ടിയിരുന്നെങ്കിൽ പൊളിച്ചേനെ. യെസ് ഗൈസ്, നമ്മളെ സ്റ്റാക്കുകൾ കയറിക്കൊണ്ടിരിക്കുകയാണ്. സ്റ്റാക്കുകൾ നമുക്ക് സ്റ്റാക്ക് കണക്കിന് വേണം. ഇരിക്കട്ടെ അല്ലേലും. അങ്ങനെ പോയാൽ മനുഷ്യൻ്റെ ഇൻവെൻട്രി ഫുള്ള് ആകും. നമ്മൾ ഫുഡ് അത് തീർത്ത് ഇനി നമുക്ക് വില്ലേജിലോട്ട് തിരിച്ചു പോകണം.
ശരി, ഇതാണ് ഫ്രീ ഫയർ ആയിരുന്നു. വണ്ടിയൊക്കെ ഉണ്ടായിരുന്നു, വണ്ടി ഇങ്ങനെ ഓടിച്ച് ഫുന്ന് പോയായിരുന്നു. മൈൻക്രാഫ്റ്റ് ആയിപ്പോയി, നമ്മൾ നടന്ന് തന്നെ പോകണം. ഈ സാപ്ലിങ്സോടൊക്കെ എടുത്ത് വെച്ചേക്കാം, വീടിൻ്റെ ഫ്രണ്ടിൽ വളർത്താം. ഇവിടെയൊക്കെ മരം ഉണ്ടായിരുന്നു, നമ്മൾ അറിഞ്ഞില്ല കേട്ടാ. നമുക്ക് വേഗം പോയി സ്റ്റേഴ്സ് ക്രാഫ്റ്റ് ചെയ്യാം. ഡാമ സ്റ്റേഴ്സ് വേണം ഗൈസ്, കുറച്ച് വേണം. ഒരു സ്റ്റാക്കെങ്കിലും വേണം. ഒരു സ്റ്റാക്കായി. നമ്മൾ ഒരു സ്റ്റാക്കാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ നമ്മുടെ സ്റ്റെയർ എന്ത് ചെയ്യടേ, അത് ഇതുവഴി കയറിപ്പോണം ആദ്യം. ഇത് കഴിഞ്ഞ് അതൊക്കെ വലിയ സ്റ്റെയർ പണിയായിരിക്കുന്നു. എന്തൊക്കെ പണിയാണേ. നമുക്ക് നമ്മുടെ വീട്ടിൽ പോവാം. വീട്ടിൽ പോയിട്ട് ഹബൂറായിട്ട് കിടന്ന് ഉറങ്ങാം. ഫുഡ് നമുക്ക് ഫുഡ് വേണം ഗൈസ്. ഒരു വീട്ട് ഫാമൊക്കെ തുടങ്ങണം. അയ്യോ, ഞാൻ അപ്പോഴൊരു കാര്യം ഓർത്തേ. നമുക്കിവിടെ നിന്നൊരു സ്ഥലം വരെ പണിയാൻ നമുക്ക് ഡേർട്ട് വേണം. ഡേർട്ട് അത് കുഴപ്പമില്ല, നമ്മൾ ഷവൽ വെച്ച് മൈൻ ചെയ്തെടുത്തോളാം. നമ്മൾ ഷവൾ വെച്ച് മൈൻ ചെയ്യും ഗൈസ്. ഇവിടെ ഉറങ്ങാൻ നേരത്തെ മറ്റേ ഇതൊക്കെ കാണിക്കുമോ. ഇനി നമ്മൾ ബെഡൊരു തടസ്സമാണ്. ബെഡ് നമുക്ക് മേളിലത്തെ മണ്ടപ്പോക്ക് ഉണ്ടാക്കണം. മണ്ടയിലാണ് നമ്മൾ ബെഡ് വെക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ സ്റ്റെയർ വെക്കുന്നു. സ്റ്റെയർസ് എവിടെ? ഇവിടുന്ന് ഇങ്ങനെയല്ല, നോട്ട് ലൈക്ക് ദാറ്റ്. ഇതുപോലെ ഇങ്ങനെ അല്ലടാ. അതന്നെ, ഇത് നേരെ തന്നെ ഇവിടെ വെക്കണം. ഇത് എന്ത് പരിപാടിയാ? എനിക്ക് മനസ്സിലാവുന്നില്ല ഞാൻ ഇനി എന്ത് ചെയ്യണമെന്ന്. ഇപ്പം എന്നാ ചെയ്യാം? നമ്മളിവിടെ ബ്ലോക്ക് വെക്കണം. ഇപ്പം മനസ്സിലായി. നമ്മളിങ്ങനെ ബ്ലോക്ക് വെച്ച് ഒരു സംഭവം ചെയ്യണം. അപ്പോൾ അത് സെറ്റാവും. അത് കഴിഞ്ഞ് ലാസ്റ്റ് നമ്മൾ ബ്ലോക്ക് അങ്ങോട്ട് പൊട്ടിച്ച് കളയണം. അപ്പം അതൊക്കെയോ. നമ്മളിത് ഇവിടുന്ന് ഇങ്ങനെ പണിഞ്ഞ് അവിടെ, എന്നിട്ട് ആ ബ്ലോക്ക് പൊട്ടിക്കണം നമ്മൾ. ഇപ്പോൾ എനിക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായി വരുന്നുണ്ട്. അയ്യോ, നമ്മൾ ഇത് പൊളിക്കണം ആദ്യം. ഈ 3 ബ്ലോക്ക് നമ്മൾ ആദ്യം പൊളിക്കണം. അത് കഴിഞ്ഞേ നമുക്കിത് ചെയ്യാൻ പറ്റത്തുള്ളൂ. നമുക്കിതും കൂടെ പൊട്ടിക്കാം. അത് കഴിഞ്ഞ് നമ്മൾ ഈ സ്റ്റെയർ ഇവിടെ വെക്കും. യെസ്, നമ്മുടെ മണ്ടപ്പോട്ട് വരാനുള്ള സംഭവം സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം പൊട്ടിച്ചളയണം. അപ്പം എല്ലാം സെറ്റ് ആയിക്കോളും. ഇതൊരു ഭംഗിയില്ലെന്നേ. ഇപ്പം സെറ്റായി. ഇപ്പം ദേ ഇങ്ങനെ കയറിപ്പോൾ നമുക്ക് മണ്ടപ്പോട്ട് വരാം. ഇനി മണ്ടപ്പേട്ടിൽ നിന്ന് ഇതിപ്പോൾ നമ്മുടെ വില്ലേജ് എവിടെയാണ്? ഇവിടെ. അപ്പോൾ നമുക്ക് ഇവിടെയായിട്ട് നമ്മുടെ മറ്റൊരു മുറി പറയണം. മുറി. അതിന് നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ വെച്ച് പോകണം. അതിന് നമുക്ക് വീണ്ടും വേണം. ഇതൊരു എടങ്ങാറ കേസാണ്. നമുക്ക് ഇവിടെ എന്തൊരു നമ്മുടെ കുറച്ച് ടോർച്ചൊക്കെ ഉണ്ട്, കുഴപ്പമില്ല. ഇനി നമ്മൾ എന്ത് ചെയ്യണം എന്തായണ്ട് എനിക്കറിയില്ല. നമുക്ക് ഡേർട്ട് വേണം ഗൈസ്. ഡേർട്ട് ഞാൻ ഏതോ ഒരു വെച്ചായിരുന്നാണ് എൻ്റെ ഒരു ഓർമ്മ.
പക്ഷെ ഞാൻ ഇനിയിപ്പോൾ അത് ഇവിടെ നിന്ന് കണ്ടുപിടിക്കുമെന്ന് എനിക്ക് ഒരു പിടിയും ഇല്ല. ഹയർ ഇവിടെ ഫുള്ള് കേവാണ് ഗൈസ്. ഇനി നമ്മൾ താപ്പപ്പോട്ട് പോകണം. അല്ല, നമുക്ക് ഡേർട്ട് വേണം ഗൈസ്. ഡേർട്ട് കളക്ട് ചെയ്യാം. നമ്മൾ ഇങ്ങോട്ട് വന്നോ കളക്ട് ചെയ്ത്? നമുക്ക് അടിഭാഗം ഫുള്ള് കളക്ട് ചെയ്യാം. നമുക്കിത് ഫുള്ള് ഡേർട്ടും വേണേ, അതുകൊണ്ട് നമ്മൾ കോരി എടുക്കുക. ഇപ്പം നമ്മുടെ ഒരു സ്റ്റാക്കായില്ല. നോ 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 ഇതൊരുമാതിരി അരങ്ങേറിയ പരിപാടിയാണ് കേട്ടോ. ഇപ്പം നമ്മുടെ കയ്യിൽ 1 2 3 4 5. യെസ് ഗൈസ്, നമ്മുടെ ഫ്ലോർക്കുള്ളതായെന്ന് തോന്നുന്നു കേട്ടോ. നമുക്ക് നോക്കാം. അപ്പം നമുക്ക് ഒരു 23 അതും മതി. 1 2 3 ക്രൗച്ച് 4 തീർന്നാട്ടെ വരുന്നു. 5 6 7 8 9 10 11 12 വേണ്ട, നമുക്കൊരു 13 14 15 16 മതി ഗൈസ്. 16 മതി. അപ്പം നമ്മൾ ഇവിടെ നിന്ന് ഒരു ഔട്ട്ലൈൻ കൊടുക്കണം. ഇവിടെ നിന്ന് ഇങ്ങനെ നമ്മൾ ചെയ്യണം, എന്നാലേ നമുക്ക് സെറ്റ് ആകത്തുള്ളൂ. നമ്മൾ അവിടെ നിന്ന് കറക്റ്റ് കൊണ്ടുവരുന്നതിന് മുമ്പ് രാത്രിയായി ഗൈസ്. നമുക്ക് വേഗം പോയി ടാറ്റ. രാരീരാരോ സിഗ്മ സിഗ്മ ബോയ് നമുക്ക് ഇപ്രാവശ്യം മേളിൽ പോയി കിടക്കാം ഗൈസ്. മേളിൽ നമ്മുടെ ബെഡ് എന്തിയേ? ബ്രോ, സൺസെറ്റ് കാണാൻ പറ്റില്ല. മോശിപ്പ് ഗൈസ്. നമ്മളിത് രണ്ടിനും ഇടയ്ക്ക് കൊണ്ട് വെച്ച് മൂച്ചി കളഞ്ഞു. നമ്മൾ സ്പാം ചെയ്തുകൊണ്ടിരിക്കുക. സിഗ്മ ബോയ്. അപ്പം ഇവിടെ നിന്ന് നമ്മൾ ഓക്ക് വെച്ച് 16 ബ്ലോക്ക് അവിടെ ചെന്ന് അവിടെ നിന്ന് ഇങ്ങനെ സെക്കൻഡ് ഫ്ലോറിന് അവിടെ നിന്ന് മതി, ധാരാളം. എൻ്റെ കണക്കുകൂട്ടുകൾ അനുസരിച്ച് അത്രയും മതി ഗൈസ്, അത്രയും മതി. ഇത് കഴിഞ്ഞിട്ട് വേണം അടുത്ത എനിക്ക് എഡിറ്റ് ചെയ്യണം ഗൈസ്. ഇത് കഴിഞ്ഞ് അത് വേറൊരു പരിപാടി. നമ്മുടെ സ്റ്റേഴ്സ് റെഡിയായി, വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോർ സെക്കൻഡ് ഫ്ലോറും റെഡിയായി. ഇനി നമുക്ക് വേണ്ടത് മുറി. നമ്മൾക്ക് നമ്മുടെ റൂം വേണം ഗൈസ്. റൂം എൻ്റെ പൊന്നു വില്ലേജറേ, ആ കാട്ടിലോട്ടൊന്നും പോവല്ലേ, മൂഞ്ചി കിടക്കും. സോംബീസ് വന്ന് ഇയാളെ പണിന്നിട്ട് കൂട്ടാ. ഉള്ള കാര്യം പറയാല്ല, നമ്മൾ മൂഞ്ചും. അപ്പോൾ ഇത് മതിയോ? നമ്മൾ കറക്റ്റ് ഒരളവ് വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു ബ്ലോക്കും കൂടെ. യെസ് ഗൈസ്. അത് കഴിഞ്ഞ് അതൊരു സ്കെലറ്റനാണ്, അല്ല അത് വില്ലേജർ. എനിക്കെപ്പോഴും പേടിയാണ് ഇവിടുന്ന് താഴെ പോയി കഴിഞ്ഞാൽ ചത്ത് മൂഞ്ചിയിരിക്കും ഗൈസ്. കറക്റ്റ് സ്പോട്ട്. ഇനി നമുക്കിത് കവർ ചെയ്യണം. അപ്പം നമ്മൾക്ക് വീണ്ടും ഡേർട്ട് തീരും. ഇതൊന്നും ഈ പണി കൊണ്ട് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല.
ഇതിനി നമ്മൾ എങ്ങനെ കംപ്ലീറ്റ് ചെയ്യും? തമ്പുരാനറിയാം. ഇതിനി വളർന്നു വരണം. മറ്റേ ഗ്രാസൊക്കെ. ദേടാ ക്രീപ്പർ, സ്കെലട്ടൺ. ഞാനൊരു സോംബീനെയും കണ്ട്. ആ സ്കെലട്ടൺ എങ്ങാനും ഇവിടെ നിന്ന് ആരെ വിട്ട് കഴിഞ്ഞ് ഞാൻ ഇഞ്ചി ഗൈസ്. ഇനി ഇതുങ്ങളുടെ കൂടെ ഫൈറ്റൊക്കെ നടത്തണം. എൻഡർ ഡ്രാഗനെ പോയി ബീറ്റ് ചെയ്യണം. മൂഞ്ചി ഗൈസ്, നമ്മുടെ 64 സ്റ്റാക്ക് തീർന്ന്. നമ്മൾ ഇഞ്ചി മൂഞ്ചി ഗൈസ്. അപ്പോൾ ഗൈസ് ഈ വീഡിയോ ഞാനിവിടെ വെച്ചാൽ വൈൻഡപ്പ് ചെയ്യാണ്. ഇത്രയും ലോങ് ആകണമെന്ന് എനിക്ക് അത്ര വലിയ ആഗ്രഹമൊന്നുമില്ല, കാരണം എഡിറ്റ് ചെയ്യാൻ കുറച്ച് സമയമൊക്കെ എടുക്കും. അപ്പോൾ ഗൈസ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ ബൈ ബൈ.